സാർ നമസ്കാരം. നമസ്കാരം. 2006 മുതൽ 2015 വരെ നടന്ന ഒരു ഇടപാട്, അതായത് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ആയി ബന്ധപ്പെട്ട് കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാനായിരുന്ന ഇന്നത്തെ INTUC സംസ്ഥാന അധ്യക്ഷനായ ആർ ചന്ദ്രശേഖരനെതിരെ നടന്ന CBIയുടെ ഒരു പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി കൊടുക്കാതെ 3 തവണയാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആ കേസ് മാറ്റിവെച്ചത്. അന്ന് കശുവണ്ടി കോർപ്പറേഷൻ്റെ MD ആയ KA രതീഷും ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരും ചേർന്നാണ് 2006 മുതൽ 2015 വരെ അസംസ്കൃത തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിൽ ഏതാണ്ട് 500 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് CBI അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും. പിന്നീടാണ് ചന്ദ്രശേഖരനെ പ്രോസിക്യൂഷൻ നടപടികൾ തേടിക്കൊണ്ട് സർക്കാരിന് അനുമതി തേടുന്നതും സർക്കാർ ഇതിന് അനുമതി കൊടുക്കുന്നില്ല. INTUCയുടെ അധ്യക്ഷനായ ചന്ദ്രശേഖർ, അതായത് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എതിർ പാർട്ടിയായ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ INTUCയുടെ നേതാവിന് എതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി കൊടുക്കാതെ 3 തവണയാണ് അത് മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ അതിന് അന്നത്തെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷ് പറഞ്ഞിരുന്ന ഒരു ന്യായം, നടപടികളിലുള്ള ഒരു വൈകൽ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്, സുതാര്യമില്ലായ്മ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് നടപടിക്രമം വൈകിയത്. ഇന്ന് മുഹമ്മദ് ഹനീഷ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ നിരുപാധികം മാപ്പ് എഴുതി കൊടുത്ത് മാപ്പ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സാഹചര്യം മാറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VD സതീശൻ മുഖ്യമന്ത്രിയായി UDFൻ്റെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ജൂലൈ 9 മുമ്പ് ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന അന്ത്യശാസനത്തിന്മേൽ VD സതീശൻ കൃത്യമായി തന്നെ നടപടി കൈക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ 3 തവണ മാറ്റിവെച്ച ഇക്കാര്യത്തിൽ സ്വന്തം പാർട്ടിക്കാരനായിരുന്നിട്ട് പോലും സ്വന്തം സംഘടനയുടെ പോഷക സംഘടനയുടെ തൊഴിലാളി സംഘടനയുടെ നേതാവായ ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തത്വത്തിൽ അനുമതി നൽകിയിരിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് VD സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? 500 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന് പറയുന്ന കേസിൽ CBI അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും പ്രതിയെന്ന് കണ്ടെത്തിയ ഒരാൾക്ക് എതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ വൈകിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിൻ്റെ നടപടികളാണ് VD സതീശൻ തിരുത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ നടപടിയെ? അതായത് പിണറായി വിജയൻ്റെ കാലത്ത് ഏത് പാർട്ടിക്കാരനായാലും വേണ്ടില്ല, ഏത് എതിർ പാർട്ടിക്കാരനായാലും, ഏത് മതത്തിൻ്റെ ആളായാലും വേണ്ടില്ല, ഏത് വഴിക്കാണ് പണം കിട്ടുകയാണെങ്കിൽ എന്തും കൂടെ നിന്ന് ചെയ്യാൻ കഴിവുള്ള താല്പര്യമുള്ള ആളാണ് പിണറായി വിജയൻ. എങ്ങനെയും കട്ടിട്ടും മോഷ്ടിച്ചിട്ടും കട്ടിട്ടും തട്ടിപ്പ് നടത്തിയിട്ടും പിണറായി വിജയന് പണം ഉണ്ടാക്കണം. അത് ഏത് മേഖലയിൽ നിന്നായാലും പ്രശ്നമില്ല. ഈ കേസ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കേസാണ്. അതിൻ്റെ ഫയലെല്ലാം എൻ്റെ കൈവശമുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ഇതിൽ അഴിമതി നടന്നതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട്. ഇവിടെ കശുവണ്ടി കൃത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അസംസ്കൃത വസ്തുവായ കശുവണ്ടി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് കേസ്. അത് 500 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണത്. അത് രതീഷാണ് അതിൻ്റെ മെയിൻ വില്ലൻ. അതിൽ പ്രധാന ആളായി വരുന്നത് ചെയർമാനായി വന്ന അന്നത്തെ ഇപ്പോഴത്തെ INTUC പ്രസിഡൻ്റായ ചന്ദ്രശേഖരാണ്. ചന്ദ്രശേഖർ മുമ്പ് വടക്കേക്കര മണ്ഡലത്തിൽ നിന്ന് MLA മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്കറിയാം, അന്ന് ലീഡർ കരുണാകരൻ്റെ അടുത്ത ആളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതെ 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 കോൺഗ്രസ്സുകാരനായ അദ്ദേഹം എല്ലാ കാലത്തും INTUCൻ്റെ പ്രസിഡൻ്റായി നിന്നുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ഇവിടെ ഇത്തവണ VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് പിന്തുണയുടെ പിന്നിൽ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. കാരണം ഒരു ഭാഗത്ത് പിണറായി വിജയൻ്റെ പിന്തുണ, മറുഭാഗത്ത് VD സതീശനെ പിന്തുണയുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. എന്നാൽ VD സതീശൻ ഇതിനകത്ത് നിയമപരമായുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ അനുമതി ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് കൃത്യമായി കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ 2 പേരും ശിക്ഷിക്കപ്പെടും എന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഹൈക്കോടതിയിൽ അരങ്ങേറിയിരിക്കുന്നത്. മുഹമ്മദ് അനീഷ്, അതായത് കോൺഗ്രസ് നേതാവായ MI ഷാനവാസിൻ്റെ മരുമകനാണ് മുഹമ്മദ് അനീഷ് ഇതിൽ അനുമതി കൊടുക്കാതെ, പ്രോസിക്യൂഷൻ അനുമതി കൊടുത്താക്കാതെ കൊല്ലങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. അത് അദ്ദേഹം വ്യവസായ സെക്രട്ടറി ആയിരുന്നു. വ്യവസായ സെക്രട്ടറി അദ്ദേഹത്തിന് കൂടി ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. മാത്രമല്ല, പിണറായി വിജയൻ്റെ ഭരണകാലത്ത് എതിർപാർട്ടിക്കാരനായ INTUC പ്രസിഡന്റിനെ സംരക്ഷിക്കുന്നതിന് കാരണം രതീഷ് അബ്ബാഗ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. രതീഷ് ഇതിലെ മുഖ്യപ്രതിയാണ്.
രതീഷ് ഒരു പക്കാ തട്ടിപ്പുകാരനാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന തട്ടിപ്പുകാരനാണ്. അപ്പോൾ ഏത് വിധത്തിൽ തട്ടിപ്പ് നടത്തണം, ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ മാർഗങ്ങൾ തട്ടിപ്പ് നടത്തണമെന്ന് രതീഷ് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ആളുകളെയാണ് പിണറായി വിജയന് വേണ്ടത്. അങ്ങനെയുള്ള പിണറായി വിജയൻ ഇത്രയും കാലം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്തടത്താണ് വി ഡി സതീശൻ നിയമപരമായിട്ട് കൃത്യമായി നിയമത്തിന് വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത്. ആ അനുമതി വലിയ പ്രകമ്പനങ്ങളുണ്ടാക്കും. പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികൾ വേണ്ട എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ്റെ നിലപാട്. സത്യമായി നിൽക്കുന്ന പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മതി പാർട്ടിയിൽ. അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ നിലപാട്. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇത് ജനങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലം കൊടുക്കാതെ സൂക്ഷിച്ച പിണറായി വിജയന് ഈ അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനും പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ നിശബ്ദനായി നിന്നുകൊണ്ട് മിണ്ടാതിരുന്നതും ഇപ്പോൾ ഭരണത്തിൽ വന്ന ശേഷം അദ്ദേഹം ഇവരെ സംരക്ഷിക്കുന്നതും. പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വിചാരണ കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ ഈ രണ്ടുപേരും ജയിലിനകത്താകേണ്ട കാര്യം കാലം അതിക്രമിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നീട്ടിക്കൊണ്ടുപോവുക, എങ്ങനെയെങ്കിലും നീട്ടിവെപ്പിക്കുക, ഇത് പിണറായി വിജയൻ്റെ തന്ത്രമാണ്. പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസിൽ അദ്ദേഹം ചെയ്തെന്താണ്? ഡിസ്ചാർജ് പെറ്റീഷൻ തിരുവനന്തപുരം കോടതി കൊടുത്തു. അവിടുന്ന് വളഞ്ഞ വഴിയിൽ കൂടെ അനുകൂലമായി വിധി നേടിയെടുത്തു. അത് അദ്ദേഹം കൊടുത്ത പരാതിയിലും 4 പേര് കൊടുത്ത പരാതിയിലും അതിൽ 7 വെറുതെകളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് തിരുവനന്തപുരം ജഡ്ജ് ആർ രജു ഉത്തരവിട്ടത്. യഥാർത്ഥത്തിൽ 4 പേര് അപേക്ഷ കൊടുത്താൽ 4 പേർക്കാണ് അനുമതി കിട്ടേണ്ടത്. ഇത് പിന്നീട് ഹൈക്കോടതി ശരിവെച്ചു. ഏറ്റവും രസകരമായ കാര്യം അതിനകത്ത് പിണറായി വിജയൻ അടക്കമുള്ള നയകാര്യങ്ങളിൽ അതിനകത്ത് സുപ്രധാന നയകാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ആളുകൾ കൂടിയേ അതിനകത്ത് കൃത്യമായിട്ട് ഹൈക്കോടതി വെറുതെ വിടുകയുണ്ടായി. അതിനും 25 കോടി രൂപ കൊടുത്തു എന്നുള്ള ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. ആരാ പറഞ്ഞത്? പിണറായി വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിഭാഷകനായ MK ദാമോദരനാണ് എന്നോട് പറഞ്ഞത്. 25 കോടിയും മക്കൾക്ക് 2 പേർക്ക് യൂസഫലിയുടെ കമ്പനിയിൽ ജോലിയും. അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ച് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ 8 വർഷമായി ഇങ്ങനെ കിടക്കുകയാണ് കേസ്. അങ്ങനെ ഈ കേസുകളെല്ലാം കാലാവധി നീട്ടി കൊണ്ടുപോയി ആളുകൾ മരിക്കുന്നവരെ നീട്ടിക്കൊണ്ടുപോവുക. മരിച്ചു കഴിഞ്ഞാൽ കേസില്ലല്ലോ. പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസിൽ 4 പ്രതികൾ മരിച്ചു, 20ഓളം സാക്ഷികളും ഇതിനകം മരിച്ചു കഴിഞ്ഞു. ഇനി 75-80 വയസ്സുള്ള ആളുകളാണ് ഭൂരിപക്ഷവും. അവർക്ക് അത്തും പുത്തിയും ഇല്ലാതെ ബോധം നഷ്ടപ്പെട്ട ആൾക്കാരാണ് പലതും. ഒരു 5 വർഷം കൂടെ ഇത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ മരിക്കില്ല എന്നറിയില്ല. ഇതിൽ എത്ര പേര് മരിക്കും, എത്ര പേര് നിലനിൽക്കും, എത്ര പേര് കൃത്യമായി മൊഴി കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഈ കശുവണ്ടി കേസിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ 10 വർഷം നീട്ടിക്കൊണ്ടുപോയത്. ഇനി ആ നീട്ടിക്കൊണ്ടുപോകുന്ന സമ്പ്രദായത്തെ, ക്രിമിനൽ കുറ്റത്തെയാണ് ഇപ്പോൾ വി ഡി സതീശൻ തിരുത്തിയത്. അത് പിണറായി വിജയന് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും.